ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരസ്പര വിശ്വാസത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് പല ബന്ധങ്ങളും തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് പരസ്പരം വിശ്വാസമില്ലായ്മയാണ്. ഈ വിശ്വാസമില്ലായ്മ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, പരസ്പരം എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും പരസ്പരം എങ്ങനെ സംസാരിക്കണമെന്നും ഒന്നും അറിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിശ്വാസം നിലനിർത്താൻ, അത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോടായിക്കോട്ടെ, അതല്ലെങ്കിൽ കൊളീഗ്സിനോട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോട്, ആര് തന്നെയാണെങ്കിലും അവരോട് ആ ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആരോട് സംസാരിക്കുകയാണെങ്കിലും, നിങ്ങളെക്കുറിച്ചാണെങ്കിലും മറ്റുള്ള വ്യക്തികളെക്കുറിച്ചാണെങ്കിലും പോസിറ്റീവ് മാത്രം സംസാരിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാൻ സാധിക്കും, പലരും അവരെക്കുറിച്ചും അതുപോലെ തന്നെ ചുറ്റുമുള്ള വ്യക്തികളെക്കുറിച്ചും ഇല്ലാത്തതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാം. എന്നാൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും മാറരുത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ചാണെങ്കിലും മറ്റുള്ള വ്യക്തികളെക്കുറിച്ചാണെങ്കിലും പോസിറ്റീവ് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഈ ഒരു വിശ്വാസം നിലനിർത്താൻ വളരെയധികം സഹായകരമായി തീരും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേദനയുണ്ടാകും ചിലപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരം സന്ദർഭങ്ങളിൽ പോലും സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞതുകൊണ്ട് വേദനാജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ പോലും സത്യം പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ ബഹുമാനിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ അഭിപ്രായം ചോദിക്കുക. ആ അഭിപ്രായം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായത്തെ റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി നിങ്ങളുടെ ബിഹേവിയറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമാകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഒക്കെ സംഭവിച്ചെന്ന് വരാം. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അത് നമ്മൾ മറ്റുള്ളവരിൽ ചാർത്താതെ അതിന് പകരം അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുകയും ഈ മിസ്റ്റേക്കിനുള്ള കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്ന് തീരുമാനിക്കുകയും സൊല്യൂഷൻ എന്താണോ ആ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയിൽ വളരെയധികം ട്രസ്റ്റ് ചെയ്യാൻ ആളുകൾ യാതൊരു മടിയും കാണിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം വിശ്വാസം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ മിസ്റ്റേക്കുകളെ അക്സെപ്റ്റ് ചെയ്യാനും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് സൊല്യൂഷൻ എന്താണോ അത് ചെയ്യാനും തയ്യാറാവുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ചെയ്യുക. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന സമയത്ത് ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ബി ഓൺ ടൈം, ആ സമയത്ത് തന്നെ നിങ്ങൾ അവിടെ എത്തുക. ഇനി ഒരു 5-10 മിനിറ്റ് മുമ്പ് എത്തിയാലും കുഴപ്പമില്ല. ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് മറ്റുള്ള വ്യക്തികളിൽ കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള വ്യക്തികളുടെ രഹസ്യങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതൊരു പക്ഷേ പറയരുത് എന്ന് പറഞ്ഞ കാര്യമായിരിക്കാം, ഇനി അതല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഒരു വ്യക്തിയുടെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് നഷ്ടപ്പെടും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ
ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ആ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു രഹസ്യം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, അതങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റു വ്യക്തികളുടെ രഹസ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കൂട്ടം ആളുകൾ സുഹൃത്തുക്കൾ കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരാളെ മാത്രം വിളിച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് പോയി ചെവിയിലോ അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ കേൾക്കാത്ത അത്രയും ദൂരം നടന്നു പോയിക്കൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. അതൊക്കെ ആ ഒരു ട്രസ്റ്റിനെ ബാധിക്കുന്ന ചില സ്വഭാവങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇടപഴകുന്ന വ്യക്തികളിൽ നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ആരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് വാല്യൂ നൽകുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ചെയ്യുക, ഇന്ന സമയത്ത് എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സമയത്ത് എത്തുക, അങ്ങനെ പറഞ്ഞ വാക്കിനും അതുപോലെ തന്നെ ഇന്നത് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് വാല്യൂ ഉണ്ടെന്ന് തോന്നുക. അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ പരിഗണിക്കുക. ഞാൻ നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള വ്യക്തികളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം നോക്കിക്കൊണ്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. വെറും ടൈം വേസ്റ്റിംഗ് ആണ്. മാത്രമല്ല നെഗറ്റീവ് എനർജിയാണ് നമ്മളിൽ ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികളിൽ നമുക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാക്കാനും ആ ഒരു ബന്ധം വളരെ കാലം നീണ്ടു നിൽക്കാനും ഇത് വളരെയധികം സഹായകരമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ സൊല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നമസ്തേ.